ഹായ് ഗായ്സ്, അപ്പൊ എന്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നിങ്ങൾ വിചാരിക്കാനുണ്ടാവും ഞാൻ എന്താ ഇത്തിരി ആഡംബരമായി ഒരുങ്ങി നിക്കണേ, പതിവില്ലാതെ സിന്ദൂരൊക്കെ തട്ടിട്ടുണ്ട് എന്താണെന്നായിരിക്കും നിങ്ങളൊക്കെ വിചാരിക്കുക. വേറൊന്നും അല്ല, ഇന്നത്തെ ഒരു ജ്വല്ലറി ഹാളാണ്. എന്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കമന്റ് ചെയ്യുകയും അല്ലാതെ എനിക്ക് ഇൻസ്റ്റയിലൊക്കെ DM ചെയ്യുകയും ചെയ്തിരുന്നു കുറച്ച് ജ്വല്ലറി സെറ്റിന്റെ ഹോൾ വീഡിയോ ചെയ്യാമോ എന്ന്. അപ്പോ ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് എന്താ പറയാ കാഷ്വൽ വെയർ ആയിട്ടും അല്ലാതെ നമുക്കൊരു ഫംഗ്ഷൻ ഒക്കെ ഇടാൻ പറ്റുന്ന കുറച്ച് ട്രഡീഷണൽ വെയർ ആയിട്ടുള്ള കുറച്ച് ജ്വല്ലറി സെറ്റ് മീഷോ എന്നാണ് എല്ലാം പർച്ചേസ് ചെയ്തിരിക്കുന്നത്. എല്ലാം 300 ബിലോ ആണ്. അപ്പോൾ എല്ലാത്തിന്റെ റേറ്റും ഞാൻ ദേ ഇവിടെ ഈ സൈഡിലായിട്ട് ഞാൻ മെൻഷൻ ചെയ്ത് കൊടുത്തേക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് സെറ്റ് എന്താ നോക്കാം. ഇത് അടിപൊളി സെറ്റാട്ടോ. എല്ലാം ഞാൻ നല്ലോണം ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ച സെറ്റാണ്. ഇത് വന്നിട്ട് ഒരു നെക്ക് പീസ് തന്നെയാണ്. എല്ലാം നെക്ലേസും ഒന്ന് മാത്രം കുറച്ച് ലോങ് ആയിട്ടുള്ള സാധനം വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ അങ്ങനെ തന്നെയാണ്. ഇത് എല്ലാത്തിലും ഇയറിങ്സ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ് സെറ്റ് ഇതാണ്, കാണുന്നുണ്ടോ? ഇതാണ് കേട്ടോ. ഇത് വന്നിട്ടൊരു റെഡും റെഡും അല്ല, ഒരു പിങ്കും അല്ലാതെ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല രസമാണ്. നമുക്കൊന്ന് ഇട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതാണ് ആ സെറ്റ്. നല്ല ഭംഗിയുണ്ട് ഗായ്സ്, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട്, അടിപൊളി സെറ്റാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഇയറിങ്സ് നോക്കാം. ഇതാണ്, കാണുന്നുണ്ടോ ഗായ്സ്? കണ്ടോ, നല്ല ഭംഗിയില്ല? എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അടിപൊളി പീസാട്ടോ, നല്ല ഭംഗിയുണ്ട്. സെയിം ആ ഇമേജ് കണ്ട അതുപോലെ തന്നെ ഉണ്ട്. ഇതിന്റെ പ്രൈസും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓ, രക്ഷയില്ല ഗൈസ്, അടിപൊളി നെക്ക് പീസ് ആട്ടോ. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പൊ നമുക്ക് അടുത്ത സെറ്റ് എന്താന്ന് നോക്കാം. ഇതൊരു ഗ്രീൻ സെറ്റാട്ടോ. ഗ്രീൻ കളറിൽ വരുന്ന ഒരു അടിപൊളി ഒരു നെക്ക് പീസ് ആണ്. ഇത് ആക്ച്വലി എല്ലാരും കണ്ടിട്ടുള്ള സെറ്റ് ആയിരിക്കും. ഒരു സമയത്ത് ഈ സെറ്റ് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ഇതാണ് ആ സെറ്റ്. ഓ, നല്ല ഒരു ഗ്രീൻ ഷെയ്ഡ്. എല്ലാ സെറ്റും ഞാൻ വാങ്ങിച്ചിട്ടുള്ള എല്ലാം ഒരു എന്താ പറയാ മീൻസ് 300 ബിലോ റേറ്റിനായിട്ട് എല്ലാം എനിക്ക് കിട്ടിയിട്ടുള്ള. പക്ഷെ ആ റേറ്റിന് ഭയങ്കര അഫോർഡബിൾ ആണ്. ഇതൊക്കെ ഞാൻ എൻ്റെ കല്യാണ സമയത്ത് കുറെ ഷോപ്പിൽ പോയിട്ട് ജസ്റ്റ് വെറുതെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. മീൻസ് റിസപ്ഷൻ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട്. എന്ത് വിലയായിരുന്നു അറിയോ? അപ്പൊ എനിക്ക് എന്തുകൊണ്ട് ഇത് അറിയില്ലായിരുന്നെന്നാണ് ഞാൻ ഇപ്പൊ ചിന്തിക്കണം. അത്രയും അടിപൊളി സെറ്റ്. ഒരു മാങ്ങേന്റെ മോഡല് പച്ച. എനിക്ക് ഇങ്ങനത്തെ മോഡലൊക്കെ പച്ച ഭയങ്കര ഇഷ്ടമായി. ഈ നാഗപടം അതിന്റെയൊക്കെ ഒരു ഇതുകൊണ്ടായിരിക്കണം. നല്ലൊരു മാങ്ങേന്റെ മോഡലാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഇപ്പൊ ഞാൻ കാണിക്കുന്ന സെറ്റില് എനിക്ക് ഏറ്റവും കൂടുതൽ ചേരുന്ന ഏതാ, നിങ്ങൾക്ക് ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ചെയ്യാൻ എന്തായാലും മറക്കരുത്. ഇതാണ് അതിന്റെ ജിംക്ക. നല്ല ക്യൂട്ട് ജിംക്ക അല്ലേ? ഭയങ്കര ചെറുതും അല്ല, എന്നാ ഭയങ്കര വലുതും അല്ല, പക്ഷെ ഭയങ്കര ഒരു ലുക്ക് ഉള്ള ഒരു ജിംക്ക. ഇതാ നമ്മൾ വേഷ്ടി മുണ്ടും അങ്ങനത്തെ സാരീന്റെ കൂടെയൊക്കെ നല്ല ഭംഗിയായിട്ട്. പിന്നെ ഗ്രീൻ ആയതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാത്തിനോട് പോവും. നമുക്ക് ഏതിന്റെ കൂടെ കോൺട്രാസ്റ്റ് ആയിട്ട് പെയർ ചെയ്യാൻ പറ്റും ഈ ഒരു സെറ്റ്. അപ്പൊ നമുക്ക് അടുത്ത സെറ്റ് എന്താന്ന് നോക്കാം. അടുത്തത് ഇത് ഞാൻ നല്ലോണം ഇഷ്ടപ്പെട്ടിട്ട് എടുത്തൊരു സെറ്റാട്ടോ ഈ സംഭവം. നല്ല ഭംഗിയുണ്ട് ഗൈസ്, നല്ല രസമുണ്ട് കേട്ടോ. ഇതാണ് ആ സെറ്റ്. ഇതാണത്, കാണുന്നുണ്ടോ? നല്ല ഭംഗിയുള്ള ഒരു പിങ്കിൽ ഗ്രീനൊക്കെ ആയിട്ട്. ഇത് ഒരു സമയത്ത് പണ്ടൊക്കെ ഇത് അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ടൊരു നെക്ക് പീസ് ആയിരുന്നു. നല്ല ഭംഗിയില്ലേ ഗൈസ്? എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഇതെല്ലാം ഞാൻ പറയാം 300 ബിലോ റേറ്റ് ആണ് കിട്ടിയത്. ഇതിന് പെയർ കമ്മലുണ്ട് കേട്ടോ. ഇതൊരു ഹാങ്ങിങ്. ഇതിന്റെ കമ്മൽ നല്ല ഭംഗിയുണ്ട്, അത്യാവശ്യം വലുതുമാണ്, നല്ല ഭംഗിയുണ്ട്. സെയിം ഈ ലോക്കറ്റിന്റെ മോഡൽ തന്നെയാണ് കേട്ടോ ഈ കമ്മലും വരുന്നത്. രണ്ട് കമ്മൽ നമുക്ക് ഇത് ഇട്ട് നോക്കാം കേട്ടോ, എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ. അപ്പൊ ഞാൻ ഇത് ജസ്റ്റ് വെറുതെ ഒന്ന് ഇതിനോട് പെയർ ചെയ്യുന്നത്. ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നില്ലേ, രണ്ട് നെക്ക് പീസ് ഇങ്ങനെ ഒരുമിച്ചിട്ടിട്ട് ഒരു ചോക്കർ മോഡൽ, അങ്ങനെയൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഒരു സമയത്ത്. ഇപ്പോഴും ആ ട്രെൻഡ് ഉണ്ടെന്ന് തോന്നുന്നു. അല്ല, ഞാൻ വെറുതെ ഒന്ന് ഇതിന്റെ കൂടെ ആട്ടോ ഇട്ടത്. പക്ഷെ നല്ല ഭംഗിയുണ്ട്. എനിക്ക് തോന്നിയത് ഒറ്റക്കിട്ടാലും ഇതിങ്ങനെ സെയിം ഒരുമിച്ചിട്ടിട്ടും നല്ല ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നി. അതിന് ഞാൻ വെറുതെ ഒന്ന് ഇട്ട് നോക്കിയതാ. നല്ല ഭംഗിയുള്ളൊരു മോഡലല്ലേ? ഇതാണ് എന്റെ കമ്മല്.
കമ്മല് നല്ല ഭംഗിയുണ്ട്, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതുവരെ കാണിച്ച എല്ലാം എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇതൊന്ന് മാറ്റിയിട്ട് മറ്റേത് മാത്രം എങ്ങനെയുണ്ടെന്ന് കൂടെ നമുക്ക് നോക്കാം. ഇത് മാത്രം ഇട്ടിട്ട് നല്ല ഭംഗിയില്ലേ? എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കായ്. നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടെന്ന് എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത്. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെടുന്ന, പക്ഷെ എന്നാലും ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അതെ, ഇതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ലാന്ന് തന്നെ പറയാം. രസല്ലേ? നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇയറിംഗ്സ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട. നല്ല ഭംഗിയില്ലേ? എല്ലാം എന്താ പറയാ, നമുക്ക് സാരിന്റെ കൂടെ ഒക്കെ ഇത് ഇട്ടാലേ പൊളിക്കും. നമ്മളായിരിക്കും സെന്റർ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെല്ലാരും എന്തായാലും നോക്കുന്ന ഉറപ്പാണ്. നമുക്ക് അടുത്തത് എന്താ നോക്കാം കേട്ടോ. ഒരു ചെയിൻ വന്നിട്ട് അങ്ങനത്തെ ഒരു മോഡലാ. എല്ലാം നെക്ലേസ് ആയിക്കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് ഞാനൊരു ചെയിനിനൊരു കുറച്ച് ലോങ് ഒരു മാല കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇത്. കണ്ടോ, കാണുന്നുണ്ടോ? പൊളിച്ചു നോക്കാം. അത് നമുക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഭംഗി മനസ്സിലാവില്ല. ഞാൻ ജസ്റ്റ് ഇത് വന്നപ്പോ എല്ലാം ഒന്ന് പൊളിച്ചു നോക്കി. എന്ന് വെച്ചാൽ ഞാൻ ഓർഡർ ചെയ്ത സാധനം തന്നെയാണോ വന്നതെന്ന് അറിയണമല്ലോ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പൊളിച്ചു നോക്കിയിട്ടുണ്ട്. എന്നല്ല ഞാൻ കവറിൽ നിന്ന് തന്നെ നോക്കിയിട്ടുള്ളൂ, പുറത്തോട്ട് എടുത്ത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇതിനും ഇയറിങ്സ് ഉണ്ട്. ഇതിനൊരു നല്ലൊരു ടെമ്പിൾ സംഭവമില്ല, എന്താ ടെമ്പിൾ വർക്കോ അതാട്ടോ ഇത്. ഞാൻ നോക്കിയേ, നല്ല ഭംഗിയില്ലേ? ഇട്ട് നോക്കിയാലോ? ഇട്ട് നോക്കുമ്പോഴാണല്ലോ ഭംഗി മനസ്സിലാവാ. നല്ല ഭംഗിയില്ലേ? ഒരു രക്ഷയില്ല കേട്ടോ, നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇത് ആ 300 താഴെ റേറ്റ് ഉള്ളൊന്ന് ആലോചിച്ച് നോക്ക്. എന്താ അടിപൊളി അല്ലേ? ഇതൊക്കെ നമുക്ക് പുറത്തൊരു കടയിൽ പോയി എങ്ങനെ പോലും ഒരു 700 800 അല്ലെങ്കിൽ 1000 എബോ കൊടുക്കേണ്ടി വരുന്ന ഉറപ്പാണ്. അത് ഈ റേറ്റിനൊക്കെ കിട്ടാന്ന് വെച്ചാൽ എന്താ അല്ലേ? നല്ല ഭംഗിയുണ്ട് സത്യം പറഞ്ഞാൽ. ഈ കല്യാണത്തിനൊക്കെ നമ്മള് ഇപ്പം ചിലര് ഷോപ്പിൽ പോയി എടുക്കും. പിന്നെ ഇപ്പൊ കുറെ പേർ റെന്റഡ് സാധനങ്ങൾ എടുക്കാറുണ്ട്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, നമുക്കിപ്പോ എടുക്കണം, നമുക്ക് വേറെ ഫംഗ്ഷൻസിനൊക്കെ ഉപയോഗിക്കാവുന്ന രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഇതൊരു മസ്റ്റ് ബൈ സാധനമാണ്. നമുക്ക് സാരീൻ്റെ കൂടെയൊക്കെ ഒരു കല്യാണത്തിന് ഇതൊരു ചെയിൻ മാത്രം മതിയാവും. അത്ര അടിപൊളി. നമുക്ക് ഇതിന്റെ ഇയറിങ്സും കൂടെ നോക്കാം കേട്ടോ. ഇയറിങ്സ് അതെ, ഇതാണ് ഇതിന്റെ ഇയറിങ്സ്. അത്യാവശ്യം വലിയ ഇയറിങ്സ്. ഇത് ലോങ് ചെയിൻ ആണ്ട് കുറച്ച് വലിയ ഇയറിംഗ് ആയാലും ജിംക്കയാണ് ഇതും. ഇതാ കണ്ടില്ലേ, ജസ്റ്റ് ആ ഒരു ദേവിന്റെ ഒരു സംഭവമൊക്കെ വന്നിട്ട് ഇതേ ഇങ്ങനെ. നിങ്ങളിപ്പം വിചാരിക്കണുണ്ടാവും ഞാൻ എന്താ പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി വന്ന് നിൽക്കുന്നത് എന്നല്ലേ നിങ്ങൾ ചിന്തിക്കാം. സംഭവം വേറൊന്നുമല്ല, ഞാൻ മുന്നേ എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോയില് കുറച്ച് ഭാഗം എങ്ങനെയോ റെക്കോർഡ് ആയില്ല. അപ്പൊ എന്റെ കുറെ ഭാഗം കണ്ടിട്ടുണ്ടാവും. എന്റെ ലോക്കറ്റിൽ ഒരു ലക്ഷ്മി ദേവിയാണ് വരണേ. ഒരു പിങ്ക് സ്റ്റോൺസ് ആട്ടോ ഇതിൽ വന്നേക്കണേ. ഇതിന്റെ റേറ്റ് എനിക്ക് കിട്ടിയത് 260 ആ റേറ്റിന് എങ്ങാണ്ടാണ്. പ്രൈസും ഡീറ്റെയിൽസും ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാം. അപ്പൊ ഇതാണ് ആ മാല. ഇതിന്റെ കമ്മലാണ് കാണിച്ചോണ്ടിരുന്നപ്പോഴോ വീഡിയോ കട്ടായത്. അപ്പൊ ഇതാണ് കൂടുതൽ കാണിക്കാൻ പറ്റാണ്ട. ഇപ്പൊ ഇതാണ് ഇതിന്റെ കമ്മൽ വന്നിട്ട്. ഇതൊരു ജുംക്കയാണ്. ആ സെയിം ലക്ഷ്മി ദേവിയും കുറച്ച് സ്റ്റോൺസും ഇതിന്റെ അറ്റത്ത് ഇങ്ങനെ ഉള്ളത് പോലെ തന്നെ അതേ കുറച്ച് മുത്തൊക്കെ തൂങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ മാല മീൻസ് നമ്മൾ സാരീന്റെ കൂടെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇങ്ങനെ ലെങ്ത്തില് കുറച്ചും കൂടെ ഇറക്കി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും കേട്ടോ, എനിക്ക് തോന്നുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് അത്യാവശ്യം ഒരു ട്രഡീഷണൽ, നമ്മൾ ഈ സൽവാർ ഒക്കെ ഒരു കല്യാണത്തിനോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷന് പോകുമ്പോൾ നമ്മൾ ഇത്തിരി കുറച്ച് എന്താ പറയാ നല്ല സൽവാറൊക്കെ ഇല്ലേ, കുറച്ച് വർക്കൊക്കെ ഉള്ള സൽവാറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എനിക്കൊന്ന്. പിന്നെ ഈ ബനാറസി, പിന്നെ ഈ പട്ടിന്റെ ഒക്കെ സൽവാർ സ്യൂട്ടൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കൂടെയൊക്കെ ഈ മാല പോകും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ സൽവാർ ഇട്ടെ. എൻ്റെ ഉള്ളതിൽ കുറച്ച് ഇതിട്ടുള്ളത് ഈ ഒരു സൽവാറേ ഉള്ളൂ. അതാണ് ഈ സൽവാർ എടുത്തിട്ട്. പിന്നെ ബ്ലാക്ക് ഇടുമ്പോൾ ഇതിന്റെ ഭംഗി കുറച്ചുകൂടെ അറിയാലോ എന്ന് വെച്ചിട്ടുണ്ട് ഈ സൽവാർ ഇട്ടത്. ഇതാണ് അതിന്റെ ജുക്ക. നല്ല ഭംഗിയില്ലേ? എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു ഗൈസ്. അതുപോലെയാണ് ഇതിന്റെ മാലയും. കാണാൻ പറ്റുന്നുണ്ടോന്നും അറിയില്ല. ഇവിടെ ലക്ഷ്മി ദേവി ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളതാണ്. നമുക്ക് ഇപ്പൊ സാരി ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇത് ഇറക്കിയിടാം. മറ്റേ ഈ ചരടല്ലേ കൊടുത്തേക്കണം, അഡ്ജസ്റ്റ് ചെയ്യാലോ. കുറച്ചും കൂടെ ഇറക്കിയിടാം. അല്ല നമ്മളിപ്പോ ഞാൻ നേരത്തെ ആയിട്ടുള്ള സ്കേർട്ടോ ടോപ്പോ അങ്ങനെ പട്ടുപ്പാവാടയോ അങ്ങനെയൊക്കെ ഇടുവാണെങ്കിൽ എനിക്കൊന്ന് ഇതുപോലെ കുറച്ച് ഇത്രയൊക്കെ ഉള്ളൂ. മാക്സിമം ഞാൻ കയറ്റിയിട്ടേക്കാം. ഇങ്ങനെ ഇട്ടാ നല്ല ഭംഗിയുണ്ടാവും. അടിപൊളി സംഭവം കേട്ടോ. ഈ റേറ്റിന് 300 ബിലോ റേറ്റിന് ഇത് ഭയങ്കര വേർത്താണ്. നമ്മളിപ്പോ ഒരു ഫംഗ്ഷൻ നമ്മൾ അല്ലാണ്ട് വാങ്ങിക്കാൻ പോയി 700 800 എങ്ങനെ പോലും 1000 ഉള്ളിൽ എങ്ങനെ പിന്നെ പുറത്ത് പോകണമെങ്കിലേ ഉള്ളൂ ആവും. ഇപ്പൊ റെന്റിന് എടുക്കാന്ന് വെച്ചാലും മിനിമം ഒരു ദിവസത്തെ റെന്റ് അല്ലെങ്കിൽ 2 ദിവസത്തെ റെന്റിന് ഇത് വന്നിട്ടൊരു 350 400 ആ റേറ്റ്, എന്തായാലും 500 താഴെയാവും ഇത് റെന്റിന് എടുക്കാൻ തന്നെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് നമുക്ക് ഇങ്ങനെ വാങ്ങിച്ച് നമുക്ക് പിന്നെ ഉപയോഗിക്കുകയും ചെയ്യാം. അത്ര റേറ്റും ഇല്ല.
അങ്ങനെ ചെയ്തുകൂടെ? അത് നല്ലൊരു ഐഡിയ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത സംഭവം എന്താ നോക്കാം. അടുത്തത് വന്നിട്ട് ഒരു നമ്മൾ ഡെയിലി വെയർ ഒരു ഒരു ചെയിനാണ്, സെറ്റ് അല്ല സോറി, ചെയിനാണ്. ഇത് വന്നിട്ട് അല്ല സോറി 150 ബിലോ റേറ്റ് ആട്ടോ എനിക്ക് കിട്ടിയത് ഈ സംഭവം. ഇത് അത്യാവശ്യം വൈറലായി പോയ ഒരു സാധനമാണ്. റേറ്റിന് ഇത് 130 ആ റേറ്റിന് എന്തോട്ടോ എനിക്ക് കിട്ടിയ പ്രൈസ് ഞാൻ എന്തായാലും ഇവിടെ കാണിച്ചേക്കാം. പക്ഷെ നല്ലൊരു പ്രോഡക്റ്റ് ആണ്, എന്തായാലും വാങ്ങിയ. എനിക്കൊന്ന് ഓൾമോസ്റ്റ് എല്ലാവരും ചിലപ്പോൾ ഇത് വാങ്ങിച്ച പ്രോഡക്റ്റ് ആയിരിക്കും, ഞാനായിരിക്കും ലാസ്റ്റ് വാങ്ങിച്ച് റിവ്യൂ ചെയ്യുന്നതെന്ന് തോന്നുന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അടിപൊളി പ്രോഡക്റ്റ് ആണ്. ഞാൻ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അടുത്തത് എന്താ നോക്കാം. അടുത്തത് ഇതുപോലെ തന്നെ ഒരു ചെയിനും ഈ മീൻസ് കാഷ്വൽ വെയർ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മാല തന്നെയാണ് കേട്ടോ. ഇതും നമുക്ക് നോക്കാം. ഇത് 2 ലെയർ ആയിട്ട് വരുന്ന ഒരു സെറ്റാണ്. ഇത് കണ്ടില്ലേ, ഇത് ഇങ്ങനെ വരും, കണ്ടോ? 2 ലെയർ ആയിട്ട് വരുന്ന ഒരു സെറ്റാണ്. ഈ ലോക്കറ്റ് ഇങ്ങനെ അവിടെയും 2 സൈഡും ഇടാം, കുഴപ്പമില്ല. നമുക്ക് ഇട്ട് നോക്കാം കേട്ടോ അതെങ്ങനെയുണ്ടെന്ന്. ഇതാണ് ആ മാല ഗൈസ്. ഓക്കെ, നല്ല ഭംഗിയില്ല, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട കേട്ടോ. നല്ല ഭംഗിയില്ലായിട്ട് തോന്നുന്നത്. എനിക്കൊന്ന് മറ്റേ തൊട്ട് മുന്നേ ഇട്ടതിലേം കാട്ടിലും എനിക്ക് കുറച്ചും കൂടി എനിക്ക് തോന്നിയത് ഇതാണ് കുറച്ചും കൂടെ ഭംഗി. ഇതിന് പക്ഷെ റേറ്റ് വന്നിട്ട് 200 അടുത്തുണ്ട് കേട്ടോ ഇതിന്റെ റേറ്റ്. പക്ഷെ ആ റേറ്റിന് നല്ല വേർത്താണ്, നല്ല അടിപൊളി സാധനം കേട്ടോ. നല്ലോണം ഇഷ്ടപ്പെട്ടിരിക്കുന്ന നമുക്ക് ജീൻസിന്റെ കൂടെയൊക്കെ ഇട്ടാം. ജീൻസും ടോപ്പൊക്കെ, ക്രോപ്പ് ടോപ്പൊക്കെ ഇടുമ്പോൾ കുറച്ച് ഫ്ലോറൽ വർക്കുള്ള ഡ്രസ്സൊക്കെ ഇടും, മീൻസ് കാഷ്വൽ വെയർസ് ഇടുമ്പോൾ ഇതിട്ട് അടിപൊളിയായിരിക്കും ഗൈസ്. ഭംഗിയില്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാ ഈ മാല ഇഷ്ടപ്പെട്ടോന്ന്. ഇതിന്റെ ഒക്കെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ഇട്ടേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കയറിയിട്ട് ലിങ്കിൽ നിന്ന് മേടിച്ചാൽ മതി. അടുത്തത് വന്നിട്ട് ഇത് 2 ഇയറിങ്സ് ആണ്. ഇപ്പോഴത്തെ എന്താ നൈസാണല്ലോ. ഇത് മറ്റേ കൊറിയൻ, അവരുടെ മീൻസ് കൊറിയൻസിന്റെ ഇത് കണ്ടിട്ട് ഇപ്പം എല്ലാവരുടെ കയ്യിലും ഇങ്ങനത്തെ കുറെ ഇയറിങ്സ് ഉണ്ട്, അങ്ങനെ കാണിച്ചു കേട്ടോ. ഇതാണ് ഇയറിങ്, ഭംഗിയില്ലേ? കാഷ്വൽ ആയിട്ടൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന, എനിക്കൊന്ന് ചുരിദാറൊക്കെ ഇട്ടില്ലേ, സൽവാറും എന്താ പറയാ കുർത്ത സെറ്റൊക്കെ ഇടുമ്പോൾ ഇയറിങ്സ് ഇട്ട നല്ല ഭംഗി ഉണ്ടാവും. രസമല്ലേ ഗൈസ്? ഇതാണ് ഒരു ഇയറിങ്. അടുത്ത ഇഷ്ടപ്പെട്ടോ ഗൈസ്? ഇതാണ് ഇയർ, കാണുന്നുണ്ടോ? നല്ല ഭംഗിയുള്ള ഇയറിങ്സ് അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സ്റ്റഡാണ്, പക്ഷെ എന്നാ കുറച്ച് എന്താ പറയാ നല്ല ഭംഗിയുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡിങ് സാധനം ഇത്, കൊറിയൻസിന്റെ സ്റ്റഡ്. അപ്പോ ഈ 6-7 പ്രോഡക്ട്സ് ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പൊ എപ്പോഴും പറഞ്ഞു തോന്നുന്നു, എന്റെ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കും. നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് വാങ്ങിക്കുക. അതുപോലെ തന്നെ ഇതിൽ ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സെറ്റ് എന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും വീഡിയോ കാണണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി, ഞാൻ അതുപോലെ തന്നെ വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരയ്ക്കും ബൈ.